الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. സൂറ അൽ-മാഇദ 20-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. വഖാലത്തുൽ യഹൂദു വന്നസാറ, നസാറാക്കളും യഹൂദരും പറയുന്നു, നഹ്നു അബ്നാഉല്ലാഹ്, നഹ്നു ഞങ്ങൾ, അബ്നാഉല്ലാഹ് അല്ലാഹുവിന്റെ മക്കളാകുന്നു, അല്ലെങ്കിൽ സന്താനങ്ങളാകുന്നു. വഅഹിബ്ബാഉഹു, അവന്റെ ഇഷ്ടക്കാരുമാകുന്നു. ഞങ്ങൾ അല്ലാഹുവിന്റെ മക്കളും അല്ലാഹുവിന്റെ ഇഷ്ടക്കാരുമെന്ന് വേദക്കാർ പറഞ്ഞു. അതിനുള്ള കാരണം എന്താണ്? ഞങ്ങൾക്ക് ജന്മപരമായി തന്നെ ഞങ്ങൾ രക്ഷ പ്രാപിച്ചവരാണ്. ഞങ്ങൾ ജന്മം കൊണ്ടുതന്നെ അല്ലാഹുവിന്റെ മക്കളും അടുപ്പക്കാരുമാകുന്നു. ഈസ നബി അലൈഹിസ്സലാമും അതുപോലെ ഉസൈർ നബിയും അല്ലാഹുവിന്റെ പുത്രനാണെന്ന് യഹൂദ ക്രൈസ്തവർക്ക് വാദമുണ്ട്. അതുപോലെയുള്ള ആ രൂപത്തിലുള്ള പുത്രവാദമല്ല ഈ മക്കൾ എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ ഇഷ്ടക്കാരെന്നുള്ള അർത്ഥത്തിലാണ് അവരിത് പറയുന്നത്. കുൽ നബിയെ, താങ്കൾ പറയൂ, ഫലിമ, അപ്പോൾ എന്തുകൊണ്ടാണ് യുഅദ്ദിബുക്കും, നിങ്ങളെ അവൻ ശിക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം അവർക്ക് ഐഹികമായ പലതരത്തിലുള്ള ശിക്ഷകൾ അല്ലാഹുവിങ്കിൽ നിന്നും വന്നു ഭവിക്കുന്നുണ്ട്. ബിദുനൂബിക്കും, നിങ്ങളുടെ തെറ്റിന്റെ പേരിൽ അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കുന്നത് എന്താണെന്ന് പറയൂ. നിങ്ങൾ അടുപ്പക്കാരാണെങ്കിൽ, ബൽ, പക്ഷേ, അന്തും നിങ്ങൾ, ബശറും മിമ്മാ ഖലഖ, അവനാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരാണ് നിങ്ങളൊക്കെയും. അല്ലാഹുവിനാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ മാത്രമാകുന്നു എന്നാണ് അല്ലാഹു വിശദീകരിക്കുന്നത്. യഗ്ഫുറു ലിമൻ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുന്നു. വയുഅദ്ദിബു മൻ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുന്നു. അല്ലാഹു അവന്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നു. വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളും ഭൂമിയും, വമാ ബൈനഹുമാ, അതിന്റെ ഇടയിലുള്ളതിന്റെയും രാജാധിപത്യം അല്ലാഹുവിന് മാത്രമാകുന്നു. വഇലൈഹിൽ മസീർ, അവനിലേക്കാണ് മടക്കം. അതുകൊണ്ട് അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അല്ലാഹു അല്ലാത്ത സൃഷ്ടികളെ ആരാധിച്ചുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള ജൽപ്പനങ്ങൾ യഹൂദ ക്രൈസ്തവർ നടത്തുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.